Today we are going to learn the second chapter of Plus 2 English textbook Any Woman by Catherine Tynan. Who is Catherine Tynan? Catherine Tynan is an Irish born writer known mainly for her novels and poetry. She has to her credit more than a score of novels and 7 books of verse. She usually wrote under the name Catherine Tynan Hinkson. Her human sympathy is keen, tender, warm, and constant. The poem Any Woman presents the all embracing power of a woman to hold a family together. കാതറിൻ ടൈനാൻ്റെ എനി വുമൺ എന്ന പോയത്തിൽ സ്ത്രീക്ക് ഒരു കുടുംബം നിലനിർത്തുന്നതിലുള്ള പങ്കും സ്ത്രീ ഒരു കുടുംബത്തിൻ്റെ നട്ടെല്ലാണെന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നു. Poem celebrates the role of a woman in the household and emphasizes her importance in maintaining a family's stability and well-being. Catherine has painted a fine picture of a devoted mother with words. കുട്ടികളെ സ്നേഹത്തോടെ നിലനിർത്തുന്നതിലും ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും സ്ത്രീക്ക് വളരെയധികം പങ്ക് തന്നെയുണ്ട്. എന്നാലും ഇന്നത്തെ സമൂഹം അത് മനസ്സിലാക്കാതെ സ്ത്രീകളെ അടിച്ച് ആക്ഷേപിക്കുന്നതായി മാറിയിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം എന്നൊരു ചിന്തയോടെയാണ് കാതറിൻ ടൈനാൻ ഈ പോയം എഴുതിയിരിക്കുന്നത്. Woman is the backbone of a family. Mother is the important part of the house. Mother makes family alive because without the presence of mother, the family will crumble down. Mother is the light of love. Mother is the cornerstone of a family. The poet itself is a representative of womanhood. Mother's cautious touch reached everywhere from simplest to the most complicated. അതായത് നമ്മുടെ അമ്മമാരുടെ കൈകൾ എല്ലായിടത്തും എത്തുന്നുണ്ട്. ചെറിയ കാര്യം മുതൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളിടത്ത് വരെ നമ്മളുടെ അമ്മയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. അമ്മയ്ക്കുള്ള പങ്കും വളരെ വലുതാണ്. എനി വുമൺ എന്ന കാതറിൻ ടൈനാൻ്റെ മനോഹരവും വളരെ ശക്തവുമായ ഒരു കവിതയാണിത്. ഓരോ വനിതയുടെയും വിചാരങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു കവിതയാണിത്. അപ്പോൾ നമുക്കിനിയും ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. I am the pillars of the house, the keystone of the arch am I. Take me away and roof and wall would fall to ruin me utterly. അപ്പം സ്ത്രീയുടെ പങ്കിനെക്കുറിച്ച്, ഒരു കുടുംബം നിലനിർത്തുന്നതിൽ സ്ത്രീക്കുള്ള പങ്കിനെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത്. മദർ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഹൗസ്. ഒരു വീടിൻ്റെ വളരെ പ്രധാനമായ ആൾ തന്നെയാണ് അമ്മയെന്ന് പറയുന്നത്. The speaker asserts her pivotal role in household, likening herself to the essential structure elements of a building. അപ്പോൾ അമ്മ ഈ വീടിൻ്റെ ഒരു മൂലക്കല്ലാണ്. മൂലക്കല്ലെന്ന് വെച്ചാൽ ആ വീടിനെ നിലനിർത്തുന്ന ഒരു മൂലക്കല്ലാണ്. അതിന് പ്രധാനമായ ഒരു കല്ലാണ്. ആർച്ചിൻ്റെ കീസ്റ്റോൺ ആണ്. ഒരു ആർച്ചിനെ നിലനിർത്തുന്ന അതിലെ പ്രധാനമായ ഒരു കല്ലാണ് അമ്മ. അമ്മയെ ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ ഈ റൂഫും വോളും എല്ലാം ക്രംബിൾ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അമ്മ ഇല്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ആ ഫാമിലി നശിച്ചു പോകുന്നു എന്ന് പറയുന്നു. I am the pillars of the house, the keystone of the arch am I. The keystone of the arch am I എന്നത് ഇൻവേർഷനാണ്. ഓക്കെ. Take me away and roof and wall would fall to ruin me utterly. അപ്പോൾ അമ്മയില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ എല്ലാം വളരെ താളം തെറ്റി നാശമായി പോകുന്നു. I am the fire upon the hearth. I am the light of the good sun. I am the heat that warms the earth, which else were colder than a stone. സ്ത്രീയുടെ ഒരു ശബ്ദം എന്ന രീതിയിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. അതായത് ഇത് നറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഈ കവിത ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സ്ത്രീ വീടിൻ്റെ നെടുംതൂണാണ്. വീടിനെ താങ്ങി നിർത്തുന്ന പില്ലറുകളാണ്. അവൾ ജീവൻ നൽകുന്ന തീയും ഭൂമിയുടെ വെളിച്ചവും ചൂടുമാകുന്നു. ചൂടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്, അതിനെ ലവ് എന്നാണ് പറയുന്നത്. ഹീറ്റ് ദാറ്റ് വാംസ് എന്നാൽ ലവിനോട്, സ്നേഹം എന്നാൽ ചൂടുള്ളതല്ലേ. അപ്പോൾ സ്നേഹത്തോടെയുള്ള ചൂടുമെല്ലാം തരുന്നതല്ല. അല്ലെങ്കിൽ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത് എന്ന് വെച്ചാൽ അവിടെ ലവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ 3 ലൈൻസിൽ ഐ ആം എന്ന് പറയുന്നുണ്ട്. ഈ ഐ ആം എന്ന വേർഡ് 3 ലൈൻസിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഉള്ളത് കൊണ്ട് അവിടുത്തെ പൊയറ്റിക് ഡിവൈസ് അനഫോറയാണ്. ഓക്കെ. ദെൻ
അമ്മയുടെ ഒരു പ്രസൻസ് ഒരു വീടിൻ്റെ നല്ല ഒരവസ്ഥയ്ക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ഗുഡ് സൺ, ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്, വിച്ച് എൽസ് വെയർ കോൾഡർ ദാൻ എ സ്റ്റോൺ. നമ്മൾ ഈ ഹെർത്ത് എന്ന് പറയുന്നത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ചൂട് കായാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പം ആ ചൂടെന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷനാണ്, ലവാണ്. അതൊന്നും ഇല്ലാത്ത സമയത്ത്, അതൊന്നും ഇല്ലാതാവുമ്പോൾ എല്ലാം തണുത്ത് വിറങ്ങലിച്ച്, അമ്മ ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ എല്ലാം തണുത്ത് വിറങ്ങലിക്കും. സ്നേഹത്തിൻ്റെ സാന്നിധ്യമില്ലാതെ എല്ലാം തണുത്ത് വിറങ്ങലിക്കുമെന്നാണ് പറയുന്നത്. At me the children warm their hands, I am the light of love alive. Without me the cold hearthstone stands, nor could the precious children thrive. അതായത് സ്ത്രീയുടെ പങ്ക്, ഒരു കുടുംബത്തിൽ സ്ത്രീക്കുള്ള പങ്കിനെക്കുറിച്ചാണ് പറയുന്നത്. സ്ത്രീയുടെ സ്നേഹത്തിൽ കുഞ്ഞുങ്ങൾ വളരുകയും ഉന്നതിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പം സ്ത്രീ, അതായത് ഒരു കുട്ടി കുട്ടി വളർന്ന് ഉന്നതിയിലെത്തുന്നതിൽ ആ കുട്ടിയുടെ അമ്മയ്ക്ക് വളരെയധികം പങ്കുണ്ട്. കാരണം ജനിച്ച നാൾ മുതൽ അമ്മയുള്ള കാലം വരെ അമ്മയ്ക്കെന്നും ആ കുട്ടി കുഞ്ഞു തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്നേഹം അമ്മയിൽ നിന്ന് മാത്രമാണ് കുട്ടിക്ക് കിട്ടുന്നത്. ലൈറ്റ് ഓഫ് ലവ്, അവിടെ ലൈറ്റ് ഓഫ് ലവ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ അലട്രേഷൻ ഉണ്ട്. സ്നേഹത്തിൻ്റെ പ്രകാശവും അതായത് സ്നേഹത്തിൻ്റെ പ്രകാശം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അമ്മയാണ്. കുട്ടികളെ സ്നേഹിക്കുകയും ലാളിക്കുകയും ശിക്ഷിക്കുകയും അവരെ ഉന്നതിയിൽ എത്താൻ സഹായിക്കുന്നതും അമ്മയാണ്. അമ്മയുടെ അസാന്നിധ്യത്തിൽ എല്ലാം തണുത്ത് മരവിച്ച് ഇല്ലാതെയാകുന്നു. I am the twist that holds together the children in its sacred ring, the note of love from whose close tether no lost child goes a-wandering. സ്നേഹത്തിൻ്റെ സേക്രഡ് റിങ്, സേക്രഡ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ റിങ്, അത് സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ആ സേക്രഡ് റിങ് കൊണ്ട് അമ്മ ആ കുട്ടികളെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അവർ ചിതറിപ്പോകാതെ, പല വഴിക്ക് പോകാതെ അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത് അമ്മയാണ്. അതായത് അമ്മയുടെ ആ സ്നേഹത്തിൻ്റെ കെട്ടുപാടിൽ നിന്ന് ഒരു കുട്ടിയും പുറത്തേക്ക് പോകില്ല. അമ്മയുടെ സ്നേഹത്തിൻ്റെ ആഴത്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. I am the house from floor to roof. I deck the walls, the board I spread. I spin the curtains, warp and woof, and shake the down to their bed. ആ വീടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും സ്ത്രീ എത്തിച്ചേരുന്നു. ആ വീടിൻ്റെ എല്ലാമാണ് അമ്മ. അവളുടെ കരുതലോടെയുള്ള കരസ്പർശം, അവളുടെ കരുതലോടെയുള്ള സ്പർശം ആ വീടിൻ്റെ എല്ലാ കോണിലും മൂലകളിലും എത്തുന്നു. ഓക്കെ, അപ്പം ആ സ്ത്രീയാണ് അല്ലെങ്കിൽ അമ്മയാണ് ആ വീടിൻ്റെ ചുമരുകളെല്ലാം ഡെക്ക് ചെയ്യുന്നത്. ഡെക്കെന്ന് വെച്ചാൽ അലങ്കരിക്കുന്നത്. അമ്മയാണ് കർട്ടൻസ് സ്പിന്ന് ചെയ്യുന്നത്. പിന്നെ ബെഡ് ഷേക്ക് ഡൗൺ, ബെഡൊക്കെ വൃത്തിയാക്കി ഇടുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമ്മയുടെ കരസ്പർശം വീടിൻ്റെ എല്ലാ മൂലകളിലും എത്തുന്നു. ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ കോംപ്ലിക്കേറ്റഡ്, ചെറുതിൽ നിന്നും വലുതിൽ വരെയുള്ള വലിയ കാര്യങ്ങളിൽ വരെ അമ്മയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ, ദ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ ഡേഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും കുട്ടികളെയും ആ വീടിനെയും സംരക്ഷിക്കുന്നവളാണ് സ്ത്രീ. ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ. വിൻഡ് ആൻഡ് സ്നോ എന്ന് ഉദ്ദേശിക്കുന്ന അഡ്വേഴ്സിറ്റീസ്, ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഇവയിലെല്ലാം നിന്നും ആ കുടുംബത്തിനെ രക്ഷിക്കുന്നത് സ്ത്രീയാണ്. To whom a woman laid in a manger, take me not till the children grow. അവരുടെ മക്കൾ വളർന്നു വരുന്നതാവുന്നത് വരെ സ്ത്രീകളെ വെറുതെ വിടണമേ എന്ന സമൂഹത്തോടുള്ള പ്രാർത്ഥന. അതായത് ആ കുട്ടി വലുതാവുന്നിടം വരെ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവിക്കാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് യേശുവേ, നിന്നെ ഒരു പുൽത്തൊട്ടിയിൽ കിടത്തിയത് ഒരു സ്ത്രീയാണല്ലോ. അതുപോലെ എൻ്റെ കുട്ടികൾ വളർന്ന് വലുതാകുന്നത് വരെ എന്നെ കാത്തു രക്ഷിക്കണമേ, അല്ലെങ്കിൽ എന്നെ ജീവിക്കാൻ അനുവദിക്കണമേ എന്നത് സ്ത്രീയെ മഹത്വവൽക്കരിച്ചു കൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത്.
അപ്പം നമുക്ക് ഈ ഹെഡിങ് പോയത്തിൻ്റെ ടൈറ്റിൽ എനി വുമൺ എന്നാണ്. അപ്പം ഏതൊരു സ്ത്രീകളുടെയും വിചാരങ്ങളും അവരുടെ എല്ലാം നമുക്ക് ഈ ഒരു കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഈ പോയം നല്ലപോലെ വായിക്കുക.